കണ്ണ് നിറയാതെ ശബ്ദം ഇടറാതെ ഇങ്ങനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് റെക്കോർഡ് കൊടുത്തിട്ട് ഇടുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ഇതിനു വേണ്ടി ഞാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. 2025 ഏപ്രിലിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പല റീൽസും അതുമൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ ഒരു ചാനൽ ആയിട്ട് മുന്നോട്ട് വന്നപ്പോൾ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ചുമ്മാ അങ്ങനെ ലൈവൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം എനിക്കൊരു ഫാമിലി കിട്ടി. മഞ്ഞ് പോലൊരു ഫാമിലി. അവർ പറഞ്ഞു, അങ്ങ് ധൈര്യമായിട്ട് ലൈവ് ഇട് പെണ്ണേ. നമ്മുടെ ജീന ചേച്ചി, അവിടെയുള്ള ഫാമിലിയും അവരുടെ സപ്പോർട്ട് കൊണ്ട് ലൈവ് ഇട്ട് തുടങ്ങി. ലൈവ് ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് വള്ളിക്കെട്ടുകളാണ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. എനിക്ക് പറ്റിയ പണിയല്ല ഇത് എന്ന് പലരും വന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരുന്ന് കരയുക, ലൈവിലിരുന്ന് കരയുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ചാനൽ മുന്നോട്ട് പോയി. 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ട്രൈപോഡ് ഗിഫ്റ്റ് തന്നത്. പിന്നെ എനിക്ക് വൈഫൈ ഇല്ലാതെ ലൈവ് ഇടാനൊക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഇവിടെ വൈഫൈ കണക്ഷൻ എടുത്തത്. പിന്നെ എൻ്റെ മോള് ഞാൻ ലൈവ് ഇടാതൊക്കെ ഇരിക്കുമ്പോൾ അമ്മ ലൈവ് ഇടുന്നില്ലേ, അമ്മ വീഡിയോ എടുക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എത്രത്തോളം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ എനിക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട്. പിന്നെ എപ്പോഴോ കൂടെ കൂടിയതായിരുന്നു ശ്യാമേട്ടനും AJയും. ഞാനെപ്പോഴും പറയും എൻ്റെ വലം കൈയും ഇടം കൈയും ആണെന്ന്. കുറേ തിരക്കുകൾ കാരണം ശ്യാമേട്ടന് എപ്പോഴും വരാൻ പറ്റിയില്ലെങ്കിലും ആളുടെ സ്നേഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ശക്തിയിൽ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഈ ഒരു വീഡിയോ 6 മിനിറ്റിൻ്റെ വീഡിയോയിൽ എനിക്ക് പറഞ്ഞാലും തീരാത്തത്ര നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം ഉള്ള ഒരാളാണ് AJ. എനിക്ക് ആ ഒരു പേര് പറയുമ്പോഴേ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അത്രത്തോളം എന്നെ കൂടെ നിന്ന ആളാണ് AJ. എൻ്റെ ഫസ്റ്റ് മെമ്പറാണ്. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുന്നത് നോക്കിക്കൊണ്ടിരുന്നു. എന്നെ എത്ര മോട്ടിവേറ്റ് ചെയ്തു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസ് ആയപ്പോൾ എൻ്റെ ഫസ്റ്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളാണ് AJ. മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കി കളയേണ്ട ഒരു കാര്യമല്ല എനിക്കോ എൻ്റെ ചാനലിനോ വേണ്ടിയിട്ട് AJ ചെയ്തിട്ടുള്ളത്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ AJ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയ്ക്കും വലിയൊരു കാര്യമാണ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. ഇതിൽ എനിക്ക് പറയുമ്പോൾ എനിക്ക് തന്നെ കണ്ണ് നിറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് അജു. അജു എൻ്റെ കൂടെ എൻ്റെ അനിയനെപ്പോലെ, ഞാൻ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്, എൻ്റെ അനിയനെപ്പോലെ എൻ്റെ കൂടെ കൂടിയ ആളാണ്. ഈ ടോട്ടൽ വ്യൂസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ നോക്കാറ് പോലും ഇല്ലായിരുന്നു എൻ്റെ ചാനലിൻ്റെ. അജു വന്ന് പറഞ്ഞു, ചാരു ടോട്ടൽ വ്യൂസ് ഇത്രയായി, 2 മില്യണായി, 1 മില്യണായി എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കാൻ തുടങ്ങിയത്. എന്തോരം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തോരം കാര്യങ്ങൾ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ എൻ്റെ അനാലിസിസുകളും എൻ്റെ പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആളാണ്. എൻ്റെ ചാനലിൽ സൂപ്പേഴ്സൊക്കെ ഓപ്പൺ ആയ സമയത്ത് ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുള്ള ആളാണ് അജു. ഈ പറഞ്ഞ പോലെ ക്യാഷിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കാര്യം പറയാൻ തന്നെ എനിക്ക് തന്നെ ചമ്മലാണ്. കാരണം അതൊന്നുമല്ല, അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെൻ്റെ കൂടെ നിന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം താങ്ക് യു അജു, താങ്ക് യു സോ മച്ച് കുഞ്ഞ. പിന്നെ വന്ന ആളുകൾ, പണ്ട് മുതലേ എൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകളുടെ പേര് പറയാം. എൻ്റെ ഫസ്റ്റ് ലൈവിൽ മുതൽ എൻ്റെ ലൈവിൽ വന്ന് തുടങ്ങിയ ആളാണ് മ്യൂസിക് ബീറ്റ്സ് എന്ന ചാനലിലെ സജൻ. വേൾഡ് ഓഫ് നേച്ചർ നൗഫൽക്ക, ABC ക്യൂട്ട് ഫാമിലി അഞ്ചു ചേച്ചി, MB ക്രിയേറ്റീവ് മീഡിയ ജിഷ്ണേട്ടൻ, ചക്കു, അങ്ങനെ കുറേ നല്ല ചാനൽസ് നമുക്ക് സപ്പോർട്ടിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ID സപ്പോർട്ടിന് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിലെ എൻ്റെ മോഡറേറ്റേഴ്സ് മുഴുവൻ ID. നിക്കോ, മാർക്കോ, അളിയൻ, ജയശേട്ടൻ, AJ, അജു, ശ്യാമേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ID. കാരണം ഈ ID നമുക്ക് ലൈവിന് വ്യൂ ഉള്ളപ്പോൾ, ഷോർട്സിന് വ്യൂ ഉള്ളപ്പോൾ മാത്രം വന്ന് പോകുന്നവരല്ല. നമുക്ക് ലൈവിന് വ്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നമ്മുടെ കൂടെ കാണും. നമ്മൾ ലൈവ് ഇട്ടിട്ടില്ലെങ്കിൽ വന്ന് ചോദിക്കും, എൻ്റെ അടുത്ത് ചോദിക്കും, ചാരു ലൈവ് ഇടുന്നില്ലേ എന്ന് ചോദിക്കും. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ വരുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ അവരെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ജയശേട്ടൻ എനിക്കൊരു വലിയേട്ടനെ പോലെയാണ്. ജയശേട്ടൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പിന്നെ ഇടയ്ക്ക് തമാശകളൊക്കെ ആയിട്ട് അളിയൻ വരും. മാർക്കോ ഞാനും എപ്പോഴും അടിയായിരുന്നു. എന്നാലും സിനിമ ഡയലോഗുകളൊക്കെ ആയിട്ട് മാർക്കോ വരും. നിക്കോ എനിക്കെൻ്റെ മോനാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ കൂടെ പിറക്കാത്തൊരു അനിയനെ പോലെയോ അങ്ങനെയൊക്കെ തോന്നുന്നൊരു വൈബാണ് ഇവരൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ നല്ലൊരു ഫാമിലി കിട്ടി. ചാനൽ പലപ്പോഴും ഡൗൺ ആകാറുണ്ട്, വ്യൂസ് കുറയാറുണ്ട്. പക്ഷേ ഇവർ തരുന്ന ഈ ഒരു സപ്പോർട്ട് അത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കിങ്ങനെ വിചാരിക്കും, ഞാനെപ്പോഴും വിചാരിക്കും നമുക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കും. ഈ ഒരു ബോണ്ട് എപ്പോഴും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം
ഞാൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ പേടി വരും, ഇവരൊക്കെ എനിക്ക് നഷ്ടമാവും എന്നുള്ള പേടി വരും. പക്ഷേ എനിക്കറിയാം ഞാൻ പോകാൻ പറഞ്ഞാലും പോകാത്ത കുറച്ച് ആളുകളാണ് ഇവരൊക്കെ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ചെയ്യാന്ന് പറയുന്നത് ദ ടഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഇയർ ആണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടി. ഞാനിത് എത്രാമത്തെ തവണയാണ് അത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ 2 പിള്ളേരാണിത്, AJ, അജു. അവരുടെ കമൻറ്റ്സ് ഒരുമിച്ച് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. $100 ആകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത്, $100 ആയത്, അപ്പോഴത്തേക്കും 20K ആയത്, ഇപ്പം ഡിസംബർ മാസം ആയപ്പോഴത്തേക്കും ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നത്. അപ്പം എല്ലാം കൊണ്ടും വെരി ഹാപ്പി, വെരി സാറ്റിസ്ഫൈഡ്, മോറോവർ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് ദിസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ഫോറെവർ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പല ആളുകളുടെയും കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് ക്ഷമിക്കണം. എൻ്റെ അടുത്തുള്ളത് മുഴുവൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളില്ലെങ്കിൽ ഞാനില്ല.